Hello, good morning, my dear children. Are you happy? Okay, I am also happy. Do you remember what you learned in last class? Yes, very good. We have studied English alphabet and the story being unselfish. എങ്കിലും നമുക്ക് നോക്കാം. Are you ready? Okay, very good. നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് പഠിച്ചായിരുന്നു. എല്ലാവരും ബുക്കിലൊക്കെ എഴുതി കാണിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് സ്റ്റോറിയാണ് പഠിച്ചേ? ബീയിങ് അൺസെൽഫിഷ് അല്ലേ? ആ സ്റ്റോറി എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഡു യു റിമെമ്പർ? ഓക്കെ, വെരി ഗുഡ്. എന്തായിരുന്നു സ്റ്റോറി? An old man named Ganesh lived in a village. He had retired from government service. He was very unselfish. He always wanted to help other people. He used to keep himself busy by planting seeds of different fruits in the village. Some people admired his work while some people made fun of him. Some even thought that he had become mad. His friends advised him not to work so hard and take rest. But Ganesh said, "My work gives me great satisfaction. I want to serve people in whatever way I can." അല്ലേ, നമ്മളിവിടം വരെയല്ലേ പഠിച്ചത്? നമ്മളിവിടെ വരെയാണ് പഠിച്ചേ? ഇവിടെ വരെയാണ് പഠിച്ചേ അല്ലേ? അപ്പം എന്തായിരുന്നു കഥ? എന്തായിരുന്നു നമ്മുടെ സ്റ്റോറിയിൽ പറയുന്നത്? ആരെക്കുറിച്ചാണ് പറയുന്നത്? ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മൾ ഗണേഷിനെ കുറിച്ചാണ്. ഗണേഷിൻ്റെ കഥയാണിത് കേട്ടോ. അപ്പോൾ അദ്ദേഹം എന്താണ്, ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. വളരെ അൺസെൽഫിഷ് ആയിട്ടുള്ള ഒരു മാനാണ്. ഈ ഓൾവേസ് വാണ്ടഡ് ടു ഹെൽപ്പ് അതർ പീപ്പിൾ. അദ്ദേഹം എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? മറ്റുള്ളവരെ സഹായിക്കാനാണ്. പിന്നെ അദ്ദേഹം എപ്പോഴും ബിസി ആയിരിക്കും. എന്താണ്? ഹി വാസ് ഓൾവേസ് ബിസി. അദ്ദേഹത്തിൻ്റെ വില്ലേജിൽ ഡിഫറെൻറ്റ് ഫ്രൂട്ട്സിൻ്റെ സീഡ്സ് പ്ലാന്റ് ചെയ്യുന്നതിലായിരിക്കും അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും തിരക്കിലായിരിക്കുന്നത്. ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ ഈ വർക്ക് കണ്ട് വിചാരിക്കുന്നത് എന്താണോ, അത് വളരെ നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. ഒന്ന് നമുക്കൊന്ന് വിഷ് ചെയ്യാൻ പറ്റുന്നത്, നമുക്കൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിട്ടാണ് കുറച്ച് പേർക്ക് തോന്നുന്നത്. എന്നാലോ കുറച്ച് പേർക്ക് എന്താണ്, വളരെ രസകരമായിട്ടാണെന്നോ. എന്നാൽ ചിലർ വിചാരിക്കുന്നത് എന്താണ്, അദ്ദേഹം എന്താണ്, മാഡാണോ എന്നാണ് ചിന്തിക്കുന്നത്. ഹി ഹാഡ് ബിക്കം മാഡ്. എന്താണ്, ആൾക്ക് വട്ടുണ്ടോ എന്നാണ് പലരും ചിന്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് അദ്ദേഹത്തിനെ അഡ്വൈസ് ചെയ്തു. എന്താണ്, ഇപ്പോൾ വർക്ക് ചെയ്യേണ്ടതല്ല, ഇപ്പോൾ എന്താണ്, ടേക്ക് റെസ്റ്റ് ആണ്, ഇപ്പോൾ റെസ്റ്റ് എടുക്കേണ്ടതാണ്. പക്ഷെ ഗണേഷ് എന്ത് പറഞ്ഞു? മൈ വർക്ക് ഗിവ്സ് മീ ഗ്രേറ്റ് സാറ്റിസ്ഫാക്ഷൻ. എന്താണ്, എൻ്റെ വർക്കിലൂടെ എനിക്ക് എന്ത് കിട്ടുന്നു? ഗ്രേറ്റ് സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത്. ഐ വോണ്ട് ടു സെർവ് പീപ്പിൾ ഇൻ വാട്ട് എവർ വേ ഐ ക്യാൻ. എനിക്ക് എന്താണ്, അവർക്ക് പറ്റാവുന്നിടത്തോളം എനിക്ക് കഴിയുന്നത് പോലെ മറ്റുള്ളവരെ സേവിക്കാനാണ് ആർക്കിഷ്ടം? നമ്മുടെ ഗണേഷിന് ഇഷ്ടമെന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ ഗണേഷ് പറഞ്ഞത്. അപ്പം നോക്കിക്കേ, നമുക്കിനിയും അടുത്തത് പഠിക്കാം. ഓക്കെ, ആർ യു റെഡി? ഓക്കെ. Do all the good you can, by all the means you can, in all the ways you can, in all the places you can, to all the people you can, as long as ever you can. അതായത് എന്താ പറഞ്ഞേക്കുന്നത്? ഡു ഓൾ ദ ഗുഡ് യു ക്യാൻ. എന്താണ്, നമ്മളെ കൊണ്ട് നന്മകൾ ചെയ്യാൻ പറ്റുന്നത് പോലെ നമ്മൾ ചെയ്യുക. അതായത് നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ നന്മകളും നിങ്ങൾ ചെയ്യുക. ബൈ ഓൾ ദ മീൻസ് യു ക്യാൻ. എന്താണ്, നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ വഴികളിലൂടെയും. അപ്പോൾ നമുക്ക് നന്മ ചെയ്യാൻ പറ്റുന്ന ഒരു വഴികളിലൂടെയാണോ? അല്ല, ഡിഫറെൻറ്റ് വേയ്സ് ഉണ്ട്. അപ്പോൾ ആ ഡിഫറെൻറ്റ് വേയ്സിലൂടെ എന്ത് ചെയ്യാം? നമുക്ക് നന്മകൾ ചെയ്യാം. ഇൻ ഓൾ ദ വേയ്സ് യു ക്യാൻ, അതേ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ വഴികളിലൂടെയും നിങ്ങൾ എന്ത് ചെയ്യുക? നന്മ ചെയ്യുക. ഇൻ ഓൾ ദ പ്ലേസസ് യു ക്യാൻ, നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ സ്ഥലങ്ങളിലും. നമുക്ക് ഒരിടത്ത് മാത്രമാണോ നമ്മൾ ചെയ്യേണ്ടത്? അല്ല, നമ്മൾ എന്ത് ചെയ്യണം? ഇൻ ഓൾ ദ പ്ലേസസ് യു ക്യാൻ, നിങ്ങൾക്ക് കഴിയുന്ന സ്ഥലങ്ങളിലും നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ നന്മ ചെയ്യുക. ടു ഓൾ ദ പീപ്പിൾ യു ക്യാൻ, നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ ആളുകളിലും നിങ്ങൾക്ക് നന്മ ചെയ്യുക, നിങ്ങൾ നന്മ ചെയ്യുക. ആസ് ലോങ് ആസ് എവർ യു ക്യാൻ, നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യുക? നന്മ ചെയ്യുക.
Do all the good you can by all the means you can. In all the ways you can, in all the places you can, to all the people you can, as long as ever you can. അതായത് നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ നന്മകളും ചെയ്യുക. നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ വഴികളിലൂടെയും, എല്ലാ വഴികളിലും, എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ആളുകളിലും നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യുക? നന്മ ചെയ്യുക. അതാണ് നമ്മുടെ ജോൺ വെസ്ലിയുടെ പോയത്തിൽ പറയുന്നത്. അതേപോലെയാണ് എന്ത് നമ്മുടെ ഗണേഷിൻ്റെ ലൈഫിൻ്റെ ഐഡിയൽ എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഇതേപോലെയാണ് ജോൺ വെസ്ലി പറഞ്ഞതുപോലെ തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, നമുക്ക് ബാക്കി പഠിക്കാം. ഓക്കെ. One day, some children from the neighborhood village visited his garden. One of the children named Raju asked Ganesh, "Uncle, what are you doing?" Ganesh replied, "Son, I am sowing seeds of the mango tree." Mango tree. Okay. Can you see the picture? Can you see the picture? Okay. One day, some children from the neighborhood village visited his garden. കണ്ടോ? നിങ്ങൾ കണ്ടോ? പിക്ചർ നോക്കിക്കേ. ക്യാൻ യു സീ ദിസ്? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ എന്താണ്, അടുത്തുള്ള ഗ്രാമത്തിൽ നിന്നും കുറച്ച് കുട്ടികൾ കണ്ടോ? ബോയ്സിനെയൊക്കെ കണ്ടോ? ചിൽഡ്രൻസിനെ കണ്ടോ? ഈ ചിൽഡ്രൻസൊക്കെ എവിടെ നിന്ന് വന്നെയാണ്? അടുത്തുള്ള ഗ്രാമത്തിൽ, നെയ്ബർഹുഡ് വില്ലേജിൽ നിന്ന്. എന്തിനാ വന്നേ? നമ്മുടെ ഗണേഷിൻ്റെ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് വന്നെയാണ്, വിസിറ്റ് ചെയ്യാൻ വന്നതാണ് അല്ലേ? വൺ ഓഫ് ദ ചിൽഡ്രൻ നെയ്മഡ് രാജു. അതിലൊരു കുട്ടിയാണ് രാജു. രാജു ആസ്ക്ഡ് ഗണേഷ്, "അങ്കിൾ, വാട്ട് ആർ യു ഡൂയിങ്?" എന്ത് ചോദിച്ചു? അങ്കിൾ, വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? അപ്പോൾ ഗണേഷ് എന്തു പറഞ്ഞു? ഗണേഷ് റിപ്ലൈഡ്, "സൺ, ഐ ആം സോയിങ് സീഡ്സ് ഓഫ് ദി മാംഗോ ട്രീ." അപ്പം സൺ എന്ത് ചെയ്യാണ്? അല്ല, സോറി മോനെ, ഞാൻ മാംഗോ ട്രീയുടെ സീഡ്സ് സോ ചെയ്യുകയാണെന്ന് ആര് പറഞ്ഞു? നമ്മുടെ ഗണേഷ് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ. ക്യാൻ യു സീ ദിസ്? One day, some children from the neighborhood village visited his garden. One of the children named Raju asked Ganesh, "Uncle, what are you doing?" Ganesh replied, "Son, I am sowing seeds of the mango tree." ഒരു ദിവസം എന്താണ്, അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് കുറേ കുട്ടികൾ വന്ന് അദ്ദേഹത്തിൻ്റെ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ചിൽഡ്രൻ രാജു അദ്ദേഹത്തിനോട് ചോദിച്ചു, "അങ്കിൾ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്?" അപ്പോൾ എന്ത് പറഞ്ഞു? മോനെ, ഞാൻ മാംഗോ ട്രീയുടെ വിത്തുകൾ പാകുകയാണെന്ന് ആര് പറഞ്ഞു? നമ്മുടെ ഗണേഷ് പറഞ്ഞു. നിങ്ങൾ കണ്ടോ? കുട്ടികൾ ചോദിക്കുന്നതൊക്കെ കണ്ടോ? ഓക്കെ, എങ്കിൽ നമുക്ക് ബാക്കി പഠിക്കാം. ഓക്കെ. രാജു said, "But uncle, mango trees take a long time to grow up. They need a lot of care. By the time they start giving fruits, you would be too old to eat them. Why are you working so hard in planting these seeds? You should take rest at this age." രാജു said. എന്താ പറഞ്ഞത്? പക്ഷേ അങ്കിൾ, മാംഗോ ട്രീസ് വളരണമെങ്കിലും ഒരുപാട് സമയം എടുക്കില്ല. ഇറ്റ്സ് എ ലോങ് ടൈം ടു ഗ്രോ അപ്പ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. ദേ നീഡ് എ ലോട്ട് ഓഫ് കെയർ. പിന്നെ എന്ത് വേണം? ദേ നീഡ് എ ലോട്ട് ഓഫ് കെയർ. ഒരുപാട് കെയറും ആവശ്യമാണ്. By the time they start giving fruits, you would be too old to eat them. അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ എന്താണ്, അത് കഴിക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും? നിങ്ങൾക്ക് പ്രായമാകില്ലേ? Why are you working so hard in planting these seeds? Why are you working so hard in planting? എന്തുകൊണ്ടാണ് പിന്നെ ഈ സീഡ്സിന് വേണ്ടിയിട്ട് ഇത്രയധികം വർക്ക് ചെയ്യുന്നത്? യു ഷുഡ് ടേക്ക് റെസ്റ്റ് അറ്റ് ദിസ് ഏജ്. ഇപ്രായത്തിൽ നിങ്ങൾക്ക് വിശ്രമം എടുത്തുകൂടെ? ടേക്ക് റെസ്റ്റ് ചെയ്തുകൂടെ എന്നാണ് ആര് ചോദിക്കുന്നത്? കുട്ടികൾ ചോദിക്കുന്നത്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. അപ്പം ഇതുവരെ എല്ലാവർക്കും മനസ്സിലായല്ലേ? ഇനിയും നമുക്ക് ഒരു കാര്യം ചെയ്യാം. അതായത് എല്ലാവരും തന്നെ എന്ത് ചെയ്യണം? ഈ സ്റ്റോറി എല്ലാവരും 5 times വായിച്ചിരിക്കണം. ഡു യു ഹാവ് എനി ഡൗട്ട്സ്? ഓക്കെ, യു ക്യാൻ ആസ്ക് മീ. ഐ ക്യാൻ ക്ലിയർ ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ. In this unit, you must try to read 5 times.
നിങ്ങളെല്ലാവരും തന്നെ എന്ത് ചെയ്യണം? ഇന്ന് പഠിപ്പിച്ചിടം വരെ 5 പ്രാവശ്യം വായിച്ചിരിക്കണം. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് കുറച്ച് ന്യൂ വേർഡ്സ് ഉണ്ട്. ന്യൂ വേർഡ്സ് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിനകത്ത് എഴുതണം. റെഡിയാണോ? ദാണ്ടെ ഈ വേർഡ്സുകളാണ് നിങ്ങൾ എഴുതേണ്ടത്. നോക്കിക്കേ. ഫസ്റ്റ് വേർഡാണ് അൺസെൽഫിഷ്. UNSELFISH, അൺസെൽഫിഷ്. രണ്ടാമത്തെ വേർഡാണ് വില്ലേജ്. VILLAGE, വില്ലേജ്. ഗവൺമെൻറ്. GOVERNMENT, ഗവൺമെൻറ്. അഡ്മയർഡ്. ADMIRED, അഡ്മയർഡ്. അഡ്വൈസ്ഡ്. ADVISED, അഡ്വൈസ്ഡ്. സാറ്റിസ്ഫാക്ഷൻ. SATISFACTION, സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ. വേർഡ്സ് എല്ലാവരും തന്നെ നോട്ട്ബുക്കിനകത്ത് എഴുതി പഠിച്ചിരിക്കണം. ഒരു പേജിൽ ഒരു വേർഡ് വീതമാണ് എഴുതേണ്ടത്. മനസ്സിലായോ? ലൈനൊക്കെ കൊടുത്തിട്ട് 2 സൈഡായിട്ടോ 3ആയിട്ടോ നിങ്ങൾ ഒരു പേജിൽ ഒരു വേർഡ് എഴുതണം. ഓക്കെ ഓക്കെ. I hope you understand all. Okay, thank you. Have a great day.